ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പേർഷ്യൻ മലയാളിയുടെ മറ്റൊരു എപ്പിസോഡാണ്. ഞങ്ങൾ ഫിഷ് മാർക്കറ്റിൽ പോയി ഒരു അക്വേറിയം വാങ്ങിച്ചു. ഒരു ചെറിയ അക്വേറിയം. നമുക്ക് വലിയ അക്വേറിയം വാങ്ങാനുള്ള ഒരു സ്പേസ് നമുക്കിവിടെ ഇല്ല. അതുകൊണ്ട് ഈ ഒരു സൈസിലുള്ള ചെറിയ അക്വേറിയം നമ്മൾ വാങ്ങിച്ചു ഫിഷ് മാർക്കറ്റിൽ പോയി ഇന്നലെ. അപ്പോൾ അതെങ്ങനെ നമ്മൾ ഫിഷിനെ ഒരു അക്വേറിയം സെറ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ്, ഒരു ക്വിക്ക് വീഡിയോ ആണ് നമ്മൾ ഇവിടെ ഇന്നത്തെ ഒരു എപ്പിസോഡിലുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം, നമുക്കിതിലെങ്ങനെ ഒരു അക്വേറിയം, നമുക്ക് സ്മോൾ അക്വേറിയം സെറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഫസ്റ്റ് ഇത് പുതിയ അക്വേറിയമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഈ മേളത്തെ ലിഡിൻ്റെ കവറൊക്കെ എടുത്തങ്ങ് റിമൂവ് ചെയ്യുവാണ്. ഇതിൻ്റെ ആവശ്യമില്ല, ഇതങ്ങ് റിമൂവ് ചെയ്തേക്കാം. ഇതിൽ ഓക്സിജൻ ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട്, അതെല്ലാം ഉള്ള ഒരു സ്മോൾ അക്വേറിയമാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതിൽ ആദ്യം പെബിൾസ്, ഇതിൽ ഫസ്റ്റ് നമ്മൾ ചില ആൾക്കാർ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഒരു ലെയർ സാൻഡ് ഇടാറുണ്ട്. സാൻഡ് ഇട്ടതിന് ശേഷമാണ് പെബിൾസ് ഇടുന്നത്. പക്ഷേ ഞങ്ങൾ സാൻഡ് ഇതിൽ ഇടുന്നില്ല, ബിക്കോസ് വെള്ളം പെട്ടെന്ന് അത് അഴുക്കാവാനുള്ള സാധ്യത, കലങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. സോ അതിന് മെയിൻ്റനൻസ് കുറച്ച് കൂടുതലായിരിക്കും. സോ അതുകൊണ്ട് ഞങ്ങൾ സാൻഡ് ഇടുന്നില്ല. സാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവോയ്ഡ് ചെയ്ത് ബാക്കി പെബിൾസ് ഇട്ടിട്ട് അങ്ങനെ ഒരു സെറ്റപ്പ്, ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യാനാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഫസ്റ്റ് പെബിൾസ് ഞാൻ കുറച്ച് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഡിഫറെൻറ്റ് കുറച്ച് പെബിൾസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം ഈ വലിയ ബ്ലാക്ക് പെബിൾസ് ഒരു ലെയർ ഇട്ടിട്ട് അതിൻ്റെ മേലെ വൈറ്റ് ഇടാം. അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. ഫസ്റ്റ് നമുക്ക് ബ്ലാക്ക് പെബിൾസ് ഇടാം. ഇത് കുറച്ച് കുഞ്ഞ് ബ്ലാക്ക് ആൻഡ് വൈറ്റിൻ്റെ തന്നെ കുഞ്ഞു ടൈപ്പ് പെബിൾസ് ആണ്. അപ്പോൾ അത് ഞാൻ ഒരു 3 ടൈപ്പ് റിയൽ പ്ലാന്റ് അക്വേറിയത്തിനകത്ത് വെക്കാൻ പറ്റുന്ന ലൈവായിട്ടുള്ള പ്ലാന്റ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ അക്വേറിയം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പ്ലാസ്റ്റിക് പ്ലാന്റ് വെക്കുന്നതിനേക്കാളും നമ്മൾ ഇങ്ങനത്തെ ലൈവായിട്ടുള്ള പ്ലാന്റുകൾ വെച്ചാൽ അത് കുറച്ചുകൂടെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് വെക്കുന്നുണ്ട്. നമ്മൾ മൂന്ന് പ്ലാന്റ് ആണ് നമ്മൾ ഇതിനകത്ത് വെക്കാൻ പോകുന്നത്, ലൈവ് പ്ലാന്റ്. ഇത് വെള്ളം മോട്ടോർ ഓൺ ചെയ്യുമ്പോൾ ഇതെല്ലാം ഇങ്ങനെ മേലോട്ട് പൊങ്ങി വരും. പിന്നെ നമുക്ക് ബാക്കിയുള്ള പെബിൾസും കൂടെ നമുക്ക് എടുക്കാം. ബാക്കി കുറച്ച് പെബിൾസ് കാണത്തക്ക രീതിയിൽ ഇവിടെയൊക്കെ വെക്കാം. കണ്ടില്ല, നമ്മുടെ അക്വേറിയം ഏതാണ്ട് നല്ല ഫില്ലായി വരുന്നുണ്ട്. നമ്മുടെ അക്വേറിയം. ഗ്യാപ്പുള്ള സ്ഥലത്തെല്ലാം നമ്മൾ പെബിൾസ് ഇടുന്നുണ്ട്. മോട്ടറിൻ്റെ അടുത്ത് അധികം പോകണ്ട, ചെറിയ പെബിൾസ് ആയതുകൊണ്ട്. ഞാൻ ഒരുപാട് കാലമായി ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ചെറിയൊരു അക്വേറിയം സെറ്റ് ചെയ്യണമെന്ന്. പക്ഷേ ഇപ്പോഴാണ് അത് ശരിയായത്. എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ. സോ ഇപ്പോഴാണ് അക്വേറിയം നമുക്ക് വെക്കാനുള്ളത്. ഇപ്പം നമ്മുടെ അക്വേറിയം ഏതാണ്ട് സെറ്റായി. ഒരു ഗ്യാപ്പില്ലാതെ തന്നെ നമ്മൾ അക്വേറിയത്തിൻ്റെ ബേസ് സെറ്റായി കഴിഞ്ഞു. ഫുൾ ബേസ് സെറ്റായി. അപ്പോൾ നമുക്ക് ഗ്യാപ്പൊന്നുമില്ല. കണ്ടില്ലേ,
അക്വേറിയത്തിൻ്റെ ബേസ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റായി, ഗ്യാപ്പെല്ലാം മാറി അടിപൊളിയായിട്ട് സെറ്റായി. അതുമാത്രമല്ല നമ്മൾ ഈ വെച്ച 3 ചെടിയുടെ ചെറിയ സ്മോൾ പോട്ട് അതുണ്ടല്ലോ, അത് ആ മൂവ് ആവാതെ അതിനെ സെറ്റാക്കി അവിടെ വെച്ചേക്കുകയാണ്. ഇനി നമുക്കിതിൽ വെള്ളം ഒഴിക്കണം, പിന്നെ ഫിഷിനെ ഇടണം. ഇത്രേ ഉള്ളൂ, അക്വേറിയം സെറ്റ്. അക്വേറിയം നമ്മൾ ഈ ഒരു പൊസിഷനിലാണ് നമ്മൾ അക്വേറിയം വെക്കാൻ പോകുന്നത്. ഇവിടെ നമുക്കൊരു വെളിച്ചം കിട്ടും, കാണാൻ പറ്റും. ദിസ് ബെറ്റർ. അപ്പോൾ അടുത്ത വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിവിടെ കിടന്ന് ഉപയോഗിക്കാത്തൊരു പാത്രമാണ്. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രം അതിൽ ചിലപ്പോൾ നമ്മൾ സോപ്പിൻ്റെ എന്തെങ്കിലുമൊക്കെ സ്മെല്ലോ എന്തെങ്കിലും വന്നാലോ എന്ന് വെച്ച് ഇത് ഉപയോഗിക്കാത്തൊരു ഓട്ടപാത്രമാണ് എടുത്ത് വെള്ളം ഒഴിക്കുന്നത്. നമ്മൾ അടുത്ത ഫിഷിനെ ഇടുവാണ് ഇതിലോട്ട്. ഫിഷ് വേറെ ഉണ്ട്, ഇത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ഫിഷസ് ആണ്. അപ്പോൾ നമ്മൾ വേറെയും കുറച്ച് ഫിഷ് നമ്മളുണ്ട്, അതിനെ നമ്മൾ ഓരോന്നായിട്ട് ഇതിലോട്ട് ഇടുവാണ്. ഇത് നമ്മൾ ഫുൾ വെള്ളം നിറച്ച് വെച്ചിട്ട് മീനിനെ മാറ്റിയാൽ അത് ചാടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്, കാരണം ഈ ഡോർ തുറന്ന് കിടക്കണമുണ്ട്. സോ നമ്മൾ പകുതിയോളം മാറ്റിയിട്ടാണ് നമ്മൾ ഫിഷിനെ മൂവ് ചെയ്യുന്നത്. സോ നമ്മുടെ ഓൾ ഫിഷ് അതിലോട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇത്രേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഒരു സൈസ് അക്വേറിയത്തിൽ നമ്മളൊരു 15 ഫിഷ് ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അതിനും ഒരു ഫ്രീഡം നല്ലതായിട്ട് നിൽക്കാം. ഒരുപാട് ഓവർ ക്രൗഡഡ് ആയാൽ അതിനും ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ നമ്മൾ ഇതിനകത്ത് ഒരു 15 നമ്പർ ഓഫ് ഫിഷസിനെയാണ് ഇട്ടേക്കുന്നത്. അത് മതി, കാരണം അപ്പോൾ അതിനൊരു ഫ്രീ ആയിട്ട് നമുക്ക് അങ്ങനെ കളിച്ചാൽ. ആണല്ലോ. അപ്പോൾ നമ്മുടെ അക്വേറിയം സെറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയ അക്വേറിയം ആണ്, എന്നാലും കണ്ടില്ലേ, നമുക്ക് ക്യൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ അക്വേറിയം എന്താ അടിപൊളിയായിട്ട്. ഇതിൽ നമ്മളൊരു 15 ഫിഷ് ഉണ്ട് ടോട്ടൽ. 15 ഫിഷാണ് ഇതിൽ. ഓക്കെ, അവർക്കും കൺവീനിയൻ്റ് ആയിട്ട് സ്പേസ് കിട്ടും. ഒരുപാട് ഓവർ ക്രൗഡായ അവർക്കും ബുദ്ധിമുട്ടായിരിക്കും. സോ നമ്മൾ 15 ഫിഷാണ് ഇതിലിട്ടേക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് കാലം കൊണ്ട് വിചാരിക്കുക ഒരു അക്വേറിയം വാങ്ങണം. എനിക്ക് വളരെ ഇഷ്ടമാണ് ഇങ്ങനെ അക്വേറിയം ഒക്കെ വീട്ടിൽ വയ്ക്കുന്നതും ഫിഷിനെ വളർത്തുന്നതും ചെടി വളർത്തുന്നതും. നമുക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണ്.
അപ്പം നമുക്ക് വീട്ടിനകത്ത് ഇങ്ങനെ ഒരു കാഴ്ച മീനിനെ കണ്ടുകൊണ്ടിരിക്കുന്ന അതൊരു രസമല്ലേ. അപ്പോൾ ഫിഷിന് ഫുഡ് ഇടുവാണ്. അത് ഒരു പിഞ്ച് ഫുഡ് ആണ് ഇടേണ്ടത് നമ്മൾ ഒരു ദിവസം, അത്രയും മതി. നമ്മൾ ഫുഡ് ഇടുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, അതിൻ്റെ മോട്ടർ നമ്മൾ ഓഫ് ചെയ്ത് വെക്കണം, എന്നിട്ട് വേണം നമ്മൾ ഫുഡ് ഇട്ട് കൊടുക്കാൻ. അല്ലെങ്കിൽ ഈ മോട്ടറിൽ ഈ ഫുഡ് കയറി അടയും. അത് പിന്നെ മുഴുവൻ കഴിച്ചു കഴിഞ്ഞ ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മളത് ഓൺ ചെയ്ത് വെച്ചാൽ മതി. ഫുഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, കാണുന്നില്ലല്ലോ ഫുഡ് ഇട്ട് കൊടുത്തിട്ട്, മേളിലാണ് കിടക്കുന്നത്. അപ്പോൾ അതിനാവശ്യമുള്ളത് അവർ വന്ന് കഴിച്ചോളും. ആയിരിക്കും ഇതിൻ്റെ നൈറ്റ് വ്യൂ നമ്മുടെ അക്വേറിയത്തിൻ്റെ. നൈറ്റ് വ്യൂ. അങ്ങനെ കുറച്ച് കാലത്തെ ഒരു വിചാരിക്കും ഒരു അക്വേറിയം സെറ്റാക്കണം. അപ്പോൾ അത് ഒന്ന് സെറ്റായിരിക്കാം. ഇതാണ് നമ്മുടെ അക്വേറിയം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലിപ്പം ഫിഷിൻ്റെ ആ വൈറ്റമിൻ ഡ്രോപ്പ് ഒഴിച്ചേക്കുവാണ്. അതിന് ഭയങ്കര ബ്ലൂ കളറാണ്. അതൊഴിക്കുമ്പം ഇതിൻ്റെ അക്വേറിയം ഈ ഒരു കളറാവും, ഫുൾ ബ്ലൂ കളറാവും. നൈസ്, കാണാൻ നല്ല ഭംഗിയുണ്ട്. ഫിഷെല്ലാം അതിൻ്റെ പുതിയ ഒരു അക്വേറിയത്തിൽ വളരെ ഹാപ്പി ആയിട്ട് അത് ഓടിക്കളിക്കുന്നു. സോ നമുക്കും അത് കാണാൻ വളരെ ഒരു ഭംഗിയുണ്ട്. വീട്ടിൽ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഒരു അക്വേറിയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്, സന്തോഷം, നമുക്കൊരു ഹാപ്പിനെസ് കാണുമ്പോൾ. ഇറ്റ്സ് നൈസ്. സോ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ അക്വേറിയം അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. കണ്ടില്ലേ, ഫിഷൊക്കെ അടിപൊളിയായിട്ട്. ഇതാണ് നമ്മുടെ അക്വേറിയം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.